ആനയ്ക്ക് ഏറ്റവും ഇഷ്ടം ഏത് ഈ കുണ്ടി പോലെ ഇരിക്കുന്നതാ? അപ്പം ഞങ്ങളിതേ പോവാനായിട്ട് റെഡി ആയിട്ടുണ്ട്. ആൻറ്റി വരാനായിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യാണ്. വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ അപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങും. പ്രാർത്ഥിക്കണ്ട നമുക്ക് ചേച്ചിയോ? ബാ ബാ ബാ. കന്യാമരത്തിൽ നിന്ന് പിറന്ന് 10 ദിവസം പിലാത്തോസിന്റെ കാലത്ത് കുരിശിന്മേൽ തറയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാതാളമിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3 ദിവസം നന്മ പറഞ്ഞ പറയുന്നത് സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങേക്ക് വിട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അങ്ങേക്ക് വിട്ടവളാവുന്നു. ഈ രൂപം കണ്ട? ഈ രൂപം മിടുവിൻ്റെ അമ്മേ കണ്ണൂരുള്ളൊരു പള്ളിയിൽ പോയിട്ടുണ്ടായിരുന്നു. ആ പള്ളിയിൽ പോയിട്ട് വന്നപ്പോൾ അവിടെ നിന്ന് മേടിച്ചിട്ട് വന്നതാണ്ട. കണ്ട ഇതിൽ ഓസ്തിയുടെ ഉള്ളിൽ യേശുവിൻ്റെ രൂപം. ശരിക്കും ആ പള്ളിയിൽ ഇങ്ങനെ ഓസ്തിയുടെ ഉള്ളിൽ യേശു പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാനൊക്കെ ആയിട്ട് അമ്മയൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും ആ രൂപം അവിടെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ചെറിയ മോഡൽ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായതാണ്. അമ്മ മേടിച്ചിട്ട് വന്നതാണ്. പ്ലീസ് കണ്ടിരുന്നാ? ഇഷ്ടമായ? സ്റ്റീവനും ഇഷ്ടമായി. കണ്ട യേശു ഉള്ളിൽ. അത് ഏത് പള്ളിയായിരുന്നു കൂടി അറിയോ? പേര് മറന്നു കേട്ടോ. എനിക്കൊന്ന് പോകണമെന്നുണ്ട്. പറ്റിയാൽ ഞാൻ പോവും. അപ്പം അങ്ങനെ നമ്മുടെ ഫാമിലിയിലേക്കുള്ള യാത്ര തുടങ്ങാൻ പോവാണ്ട. പോവാ കയറിക്കോ. പോട്ടെ കേട്ടോ. ഞങ്ങളങ്ങനെ എവിടെ എത്തി ചേട്ടാ? പുളിമൂട്ടത്തെത്തി. പുളിമൂട്ടം അങ്ങനെ സ്ഥലത്തിന്റെ പേര്. സൈഡിലൊക്കെ നമ്മുടെ ആറുവരിപ്പാത എങ്ങനെ നിക്കണ നോക്കിയേ. നിരന്ന് ആ സൈഡ് പാലം കണ്ടോ? വാടാനപ്പള്ളി കാണിച്ചുതരാം. വാടാനപ്പള്ളി ഇല്ല, വാടാനപ്പള്ളിക്കുള്ള വഴിയാണെന്നാണ്. ഓ ബോർഡൊക്കെ സ്ഥാപിച്ചു കഴിഞ്ഞു ഇവിടെയൊക്കെ. ഈ റോഡൊക്കെ അടുത്തന്നെ ഓപ്പൺ ആവട്ടോ. ഓപ്പണായ സൂപ്പറായിരിക്കും. പിന്നെ ഇവിടെ ഇങ്ങോട്ട് പറക്കാം. ഇവിടെ ആവാൻ പോകും. അപ്പൊ അങ്ങനെ നമ്മള് പുതിയ റോഡിൽ കൂടെയാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. 3 വണ്ടിക്ക് പോകാം. 6 വണ്ടിക്കല്ല, 3 ലൈനാണ്. അപ്പൊ നമ്മള് ആ വഴിക്കാണ് ഇത്ര നേരം പോയിക്കൊണ്ടിരുന്നത്. ഇപ്പൊ അവിടെ നമ്മൾ വീണ്ടും താഴത്തേക്ക് ഇറക്കി ലോക്കൽ വഴിയിലേക്ക് കടത്തി വിടുന്നതായിരിക്കും. ഇപ്പൊ നമ്മള് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ പുതിയ ആറുവരിപ്പാതയുടെ വഴി കൂടെയാണ്. നമ്മള് വീണ്ടും ചെറിയ വഴിയിലേക്ക് ഇറങ്ങുന്നു. ഓ ഇങ്ങനെ പോവാൻ പറ്റിയത് എന്ത് സുഖമായിരുന്നു അല്ലേ? ശരിക്കും വണ്ടിയില്ലല്ലോ. Continue on National Highway 66 for 5. ഞാൻ ചിന്തിക്കായിരുന്നു വഴി കൂടെ പോണ ആൾക്കാരെ, നമ്മളെ കാണുന്ന ആൾക്കാർ ഇങ്ങനെ നോക്കണത് നീ മോക്ക് ഇങ്ങനെ പിടിച്ചേക്കണത്. അതല്ല, ആൾക്കാർക്ക് ഗ്ലാസ് തുറന്നിട്ടായിരുന്നു ഞാൻ ആൾക്കാരുടെ അവസ്ഥ ഞാൻ. അപ്പൊ അങ്ങനെ ഞങ്ങൾ ഇതേ ഫാമിലിയിലേക്ക് എത്തിയിട്ടാ. എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആണ്. നല്ല ചൂടുമാണ്. അതെ,
എനിക്ക് വലിയ എക്സൈറ്റഡ് ഇല്ല കേട്ടോ. ഓൾറെഡി ഞാനും ഗ്രേസും വന്നേക്കണ ഞങ്ങൾക്ക് ചെറുതായിട്ട് അറിയാം അല്ലേ. എനിക്ക് ഇവന്റെ എക്സൈറ്റ്മെന്റ് ഓർത്തിട്ടുള്ള ഒരു എക്സൈറ്റ്മെന്റ് ആണ് എനിക്കുള്ളത്. അപ്പോൾ ഈ പിന്നിലൊക്കെ മൊത്തം ബാമ്പു ആണ്. പക്ഷേ വണ്ടി കിടക്കുന്ന സ്ഥലം എനിക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല. റോഡ് സൈഡിലേക്ക് കയറിയേ കിടക്കണം. അല്ല ബസ്സങ്ങ ഇവിടെ വന്ന് അങ്ങോട്ട് പാർക്കിങ്ങിലേക്ക് തിരിയാൻ പോയാൽ മൂട് മുട്ടുമോ എന്നൊരു സംശയമുണ്ട്. പിന്നെ അവരോട് ഇടാൻ പറഞ്ഞോണ്ടേ അവിടെ ഇട്ടുന്നുള്ളൂ. ഇതാണ് നമ്മുടെ എൻട്രൻസ്. അയ്യോ ഹൈറ്റ് നോക്കൽ നടന്നുകൊണ്ടിരിക്കുക. ഞാനും ഗ്രേസും മുമ്പ് വന്നപ്പോഴേ 150 രൂപ 120 രൂപ അങ്ങനെ ഉണ്ടായിരുന്നു ടിക്കറ്റ്. അവൾക്ക് 5 വയസ്സുള്ളൂ. 2 വർഷം മുമ്പ്. ഇപ്പോൾ 200 രൂപയായിട്ടാ. സ്റ്റീവിന് വേണ്ടാന്ന് പറഞ്ഞു. നീ രക്ഷപ്പെട്ടു. പുറത്തുനിന്നുള്ള ആൾക്കാരുണ്ടായിരുന്നു, നല്ല തിരക്കായി. ഒരു 5 മിനിറ്റ് ഒരു ബസ് വന്നു. അപ്പം ഇനി ഞങ്ങൾ നേരെ ഉള്ളിലേക്ക് കയറാൻ പോവാ. ഒട്ടകൾക്ക് അപ്പുറത്ത് നിൽക്കണ്ടിട്ടാ. കൊടുക്കണി ടിക്കറ്റ് കൊടുക്ക്. ക്യാമലിന് ഫുഡ് കൊടുക്കാണ്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ. ക്യാമലിന് ഫുഡ് കൊടുക്കാനുള്ള ആളെ വെയിറ്റ് ചെയ്യണം ഇവിടെ. സ്റ്റീവ് സ്റ്റീവ് ഡാ ചേട്ടൻ്റെ നില മേടിക്ക്. കൊടുക്കുവരണോ? കൊടുത്തില്ലെങ്കിൽ പിന്നെ അതിൻ്റെ ഉള്ളിൽ ഒരെണ്ണം കൊടുക്ക്. കൊടുത്തു നീ കൊടുക്കണല്ലേ? കൊടുക്കാനുള്ള റൈഡ് ചെയ്യല് ഹോഴ്സ് ഉണ്ട്. കുതിരയ്ക്കും ആയി തീറ്റ, ഒട്ടകത്തിനും ആയി തീറ്റ. ആ നീ ചെല്ല്. ഒരു മിനിറ്റ്. ആ കൊടുത്തോ. അമ്മ പിടിക്കാം. കുതിരക്കുള്ളൂ. ണ്ടായിരുന്നു. എന്നാ പുല്ല് ഹോഴ്സിന് ഇനി നമ്മള് ഹോഴ്സിന് പുല്ല് കൊടുക്കാൻ പോവാം. നമുക്ക് ഈ ഹോഴ്സിന് നീ ഹോഴ്സിന് കൊടുക്കാം. കൊടുക്കടി. എന്താ ഒരു ഫോട്ടോ എടുക്കട്ടെ കൂടെ നിന്ന്. എടുത്തോ. മിടു പതുക്കനെ മുങ്ങി അടക്കണ്ട. അതായത് മിടുവിന് ഇതിന് ഒന്നിനും കൊടുക്കണ്ട. അന്ന് കൊടുക്ക്. പുല്ല് തീർന്നു. ഒരു ഫോട്ടോ എടുത്തോട്ടെ. ഹോഴ്സ് വായോണ്ട് കാണിക്ക്. നോക്കി ഹോഴ്സ് വായ. വായോണ്ട് കാണിക്കണേ. സൂപ്പർ അല്ലേ? എനിക്ക് ഇഷ്ടായി. അടിപൊളിയുണ്ടോ? നല്ല രസമുണ്ടോ ശരിക്കും? അപ്പം ഞങ്ങളങ്ങനെ ഹോഴ്സിൻ്റെ അടുത്ത് നിന്ന് ഇനി അടുത്തത് അരയണത്തിൻ്റെ അടുത്തേക്കാണ് വന്നേക്കണം. അരയണം തന്നെയല്ലേ ഇത്? രണ്ടെണ്ണുണ്ട് ഉള്ളിൽ. ആ നല്ല രസമുണ്ടല്ലേ കാണാൻ? അടിപൊളി. ഈ വ്യൂ സൂപ്പറാണ് കേട്ടോ. പച്ചപ്പിൻ്റെ ഇടയിൽ വെള്ള കളറിലുള്ള രണ്ടരയണങ്ങൾ. അവിടെ ആ ഒരു ചെറിയൊരു വീട് പോലത്തെ സെറ്റപ്പ്. കൊള്ളാം, ഇഷ്ടമായി. ഏറ്റവും ഇഷ്ടമായത് കുതിരകൾ നിൽക്കുന്ന സ്ഥലമാണ്. അവിടെ നിന്ന് പിന്നീന്ന് ആ സൂര്യപ്രകാശവും ഒക്കെ കൂടി വരുമ്പോൾ ഒരു ലുക്കല്ലേ.
റെഡി. അങ്ങനെ ധൈര്യവാദിയായിട്ട് മിടു കഴിഞ്ഞാ അത്ര ഉണ്ടായിരുന്നുള്ളൂ. ഒരുമിച്ച് കൊടുത്തു നീ. അപ്പം ഞങ്ങൾ ഇനി വീണ്ടും ഒട്ടകത്തിൻ്റെ സൈഡിൽ കൂടെ അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. നമുക്ക് അത്ര വെയില് ചൂട് തോന്നണില്ല കേട്ടോ, ഇവിടെ നിറച്ച് മരങ്ങളായതുകൊണ്ടേ. അത് മാത്രല്ല നേരം 10:30 ആയിട്ടുള്ളൂ. എന്നാലും അത്ര ചൂടില്ല. കുറച്ച് കഴിയുമ്പോൾ കാണാം. കാറ്റൊക്കെ ഉണ്ട്. ഇവിടെ ഊഞ്ഞാലൊക്കെ ഉണ്ട്. ഏകദേശം അന്ന് നമ്മൾ കണ്ട അരയനങ്ങൾ ഇവിടെ 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 ഇങ്ങോട്ട് വാ കണ്ടാ. ഇതായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്നപ്പോൾ അവിടുത്തെ ആ നേരത്തെ നമ്മൾ കണ്ട പച്ചപ്പിലുണ്ടായിരുന്നു കേട്ടോ. കോഴിയല്ലത്, പ്രാവാണ്. കൊള്ളാല്ലേ? ബ്ലാക്ക് സ്വാൻ. ശിവ കൊടുക്കാൻ പോണത് കൈ കാഴ്ച ഈ കൈ തന്നെ. ഫുഡ് കൊടുത്തില്ലേ? മുറുക്കി പിടിക്ക്, അത് കൊടുക്ക്. കൈ വാശ് ചെയ്തോ. കൈയുള്ളിലിട്ടോ അപ്പൊ കാണിച്ചു തരാം. ഇങ്ങോട്ട് വാ. അപ്പൊ കൈ വെച്ചിട്ട് നമുക്ക് കൈ വെച്ച് നമുക്ക് കാണിച്ചു തരാം. ഒരു പ്രാവശ്യം വെച്ചു ഗ്രേസ് വെക്കണ്ട. ചെയ്യാൻ പറ്റില്ല. അതിന് ഇഗ്വാനനെ കാണണം. പക്ഷെ അവനെ കൊണ്ട് ഞാൻ പറ്റിക്കും ഒരു ദിവസം. അല്ല സ്റ്റീവേ, കൈ കഴുകിക്കോട്ടെ, മീൻ നക്കിയതല്ലേ. ഇവർക്കൊന്നും ഒരു പേടിയില്ല കേട്ടോ. ആൾക്കാരെ കണ്ട് കണ്ട് എല്ലാ പേടിയും മാറി വരില്ല. എല്ലാവരും ഭയങ്കര സ്നേഹമാണ്, ഒരു പേടിയില്ല ആരും. അപ്പം നമ്മളിനി അടുത്തത് കനേഡിയൻ പിക്മിയുടെ അടുത്തേക്ക് വന്നേക്കാണ്. ആട്ടിൻകുട്ടികൾ കാക്ക കൂട്ടായിട്ടുണ്ട്. ആ പൂർണ്ണ വളർച്ച എത്തിയ 1.5 അടി മാത്രം പൊക്കമുള്ള ആടുകൾ. ആ ഓൻ്റെ കൊമ്പ് നോക്കിയേ, സൂപ്പറല്ലേ? സിങ്ക് ഗോട്ട്, ചൈനയുടെ ആടാണ്. പട്ട് പോലെ നീളം രോമമുള്ള ആട്. ഗ്രേസ് എന്തോ നിന് തീറ്റൊന്നും കൊടുക്കാത്ത? കൊടുക്കടാ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ ഏരിയ, പ്രത്യേകിച്ച് ഇവിടുത്തെ പച്ചപ്പ്. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ഏത് ഈ കുണ്ടി പോലെ ഇരിക്കുന്നതാ? ആണോ? ടർക്കി ഡുംബ ഗോട്ട്. അപ്പോൾ നമ്മൾ അടുത്ത ആടിൻ്റെ അടുത്തേക്ക് പോവാണ്. 4 കൊമ്പുള്ള ആട്. ആ അടിയിൽ 2 കൊമ്പ്, മുകളിൽ 2 കൊമ്പ്. ഇതുകൊണ്ടൊക്കെ വെച്ചിട്ട് കോർക്കൽ കുറച്ചിട്ടുള്ള അവസ്ഥ ആലോചിച്ച് നോക്കിയേ. ആ ജാക്കോബ് ഷീപ്പ്, ബ്രിട്ടന്റെ സാധനം. അവനെന്താ മാറി കിടക്കണേടി? ശിവ അപ്പ എടുക്കട്ടെ. പാവണല്ലോ കണ്ടിട്ട്. വേമ്പർ, തമിഴ്നാട്. ഹലോ, പാവം പോലെ ഇരിക്കണേന്നുള്ളു, ഭീകരണം തോന്നു. ഗ്രേസ്, ഈ മൂരിനെ ഓർമ്മയുണ്ടോ? ഈ കാളേനെ ഇതാണ് നമ്മള് അന്ന് വന്നപ്പോ അവിടെ ഉണ്ടായിരുന്നു അറ്റത്ത്. ആന്ധ്രാബുൾ കുഞ്ഞുട്ടൻ. ആ അവന്റെ പേരാണ് കുഞ്ഞുട്ടൻ. ഇവളുടെ പേരാണ് ബറാബറി. ഇന്ത്യ പുള്ളിമാനോട് സാമ്യം. ബാർബറി
ശരിയാണ് ബാർബറി. ആ ആ അട്ടിത്തിറക്കണല്ലേ, അത് അമ്മയാണ്, അത് അമ്മയാണ്. എന്റെ ബേബി. തീറ്റ കൊടുക്കണതിനൊക്കെ നീ ഒന്ന് മേടിക്കേ ഗ്രേസ്. ഞാൻ കൊടുക്കണല്ലേ, ഓ കൊടുക്കടി. ചേട്ടൻ കൊടുത്ത. ഇവരാരും ഒന്നിനും തീറ്റ കൊടുക്കണല്ലേന്ന്. വെറുതെ അല്ല വീട്ടിലും കോഴികൾക്കും എനിക്ക് തീറ്റ കൊടുക്കാൻ വരാത്ത. വാടാ ഡാ ചെക്കവാ. എൻ്റെ കൈ പരിഗണിക്കണം. ഞാൻ അപ്പോൾ അവർക്ക് കൊടുക്കണ്ടേ? നിനക്ക് മാത്രം നിന്നാൽ മതിയാ? ഷീവ് കൊടുക്കണ്ട? കൊടുക്ക്. ഇല്ലടാ അതെ ഒക്കെ കൊണ്ടുപോയിടാ. ഒരു കുഞ്ഞു പീസ് ഉണ്ട്, വേണേ എടുത്തിട്ട് വെക്കോ. ഏയ് അത് തരില്ല. ഇവിടെ നമ്മുടെ ടർക്കികൾ എടുക്കുന്നുണ്ട്. കുതിരവണ്ടി. ഇവരുടെ വീടുകളാണ് അവിടുത്തെ ലുക്ക് ശരിക്കും. പോണീനെ കുളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗ്രേസിനെ കണ്ടിട്ടൊരു എക്സൈറ്റ്മെന്റ് തോന്നല്ലോ, എല്ലാത്തിനും കണ്ടേക്കണാനോ. ആ ഇതൊക്കെ ഇവിടെ ഒന്നും ഉണ്ടായില്ല. വേറെ പിന്നടി ഹോഴ്സ് തന്നെ അല്ല, പോണി ഹോഴ്സ് തന്നെയല്ലേ? ഇവന്റെ പേരെന്താ അറിയോ? സ്നോബോൾ. കുതിരയേക്കാൾ ഉയരം കുറഞ്ഞ കുതിര തന്നെയാണ് കേട്ടോ. ആ ഇവിടെ പോർക്കുണ്ട്. കഴുതുകൾ ഒക്കെ നോക്കിയേ. നമ്മള് ഈ ബൈബിളിലും ഇതിലൊക്കെ ഫോട്ടോസൊക്കെ കാണില്ലേ? ബൈബിളിലല്ല എന്തിലാ കാണാൻ നമ്മളെ ഫോട്ടോ? അതേപോലെ തലയും താത്തിക്കണണ്ടാ. നമ്മള് പിഗിനെ കാണാൻ പോവാണ്ട്. പിഗ് കുറുമ്പനാന്നോണല്ലേ? കുറുമ്പൻ പിഗാന്ന് തോന്നണേ. പിഗാണോ? പിഗിന്റെ സൗണ്ട് ആയിട്ടാ. ഒന്ന് പിഗാക്കിയോ കേട്ടെ. നോട്ടെ അപ്പ പിഗ് പിഗിന്റെ സൗണ്ട് ആയിട്ടാ. ഇത് കേളന്നോണേടാ. ഗേൾ പിഗ്. ഇനി അടുത്ത സ്ഥലം അറിയില്ല. അടുത്ത സ്ഥലം അടുത്ത താറാവാണ്. നടന്നു. നമ്മുടെ വീട്ടിലുണ്ടായിരുന്നത് ഇതല്ലേ? നമ്മുടെ അടുത്തുണ്ടായത് ഇത്ര ഫാൻസി ഒന്നല്ലായിരുന്നു. ആ അത് ആ ബ്ലാക്കും അല്ലായിരുന്നു, ആ വൈറ്റ് ഉണ്ടായിരുന്നു. ഇത് വെറൈറ്റി സാധനമാണെന്ന് തോന്നുന്നു. നല്ല രസമുണ്ടോ? ആ കാഴ്ചബംഗ്ലാവിന് പോണേക്കാളും അധികം റഷ് ഉണ്ടെങ്കിലും എല്ലാവരും മാനേജബിൾ ആണ്. അതെ അതെ. ആ കാഴ്ചബംഗ്ലാവിൽ പോണേക്കാളും ബെറ്റർ ഇവിടെ തന്നെയാണ്. കുഞ്ഞു താറാവ്. അവിടെ ഒരു കുതിരയുണ്ട്. 3 അടി മാത്രം വരുമ്പോൾ കുള്ളം കുതിര. അപ്പൊ പോണിയും ഇതും തമ്മിലുള്ള വ്യത്യാസം ഉണ്ടാവോ? അപ്പുറത്ത് പോണിയുണ്ട്. പോണിനെക്കാൾ ചൂടി വലുതാണ്. അത് പോണി വേറെ ഇനത്തിൽപ്പെട്ട എനിക്കറിയില്ല. നമ്മുടെ വീടിന്റെ പറമ്പിലൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്യണം. ആ അപ്പൊ ഞങ്ങൾ ഇനി അടുത്ത ആളുടെ അടുത്തേക്ക് പോവാണ്. ഗൂസ് ആരൂടി വെയിറ്റ് ചെയ്യ്. ഗൂസിന്റെ പിന്നിലത്തെ ചിറക് എൻ്റെ തുണി കഷ്ണം വെട്ടി തൂക്കിയിട്ട് വരുന്നുണ്ടല്ലേ. നിറയെ ചിറകല്ലല്ലോ തൂവല്. ഇഗ്വാനി ഉണ്ട്. അത് എവിടെയാ നോക്കട്ടാപ്പാ. ഇവിടെയൊക്കെ ഡക്കുകളാണ്ടാ. തലയില് തുപ്പിയുള്ള ഡക്ക്. ഗ്രേസേ നമ്മുടെ വീട്ടിലുണ്ടായ ആ ചേമ്പ്. ഞാൻ ഇവിടെ ഈ ചേമ്പ് കണ്ടിട്ടാണ് നമ്മുടെ ഫാം വില്ലയിലല്ലോ ഫാം ഹൗസിൽ അന്ന് നട്ടത്. ദേ മൂരിനെ കൊണ്ടുവന്നെ. ആ മാറിക്കോ. പട്ടികൾ എടുക്കുന്നത് നിൽക്കുമ്പോ 2 മൂരികൾ അങ്ങോട്ട് കൊണ്ടുപോയി. അപ്പൊ നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് കണ്ടില്ലായിരുന്നു കേട്ടോ. ഇവിടെ നമ്മുടെ ഡാഷും നടക്കുന്നു.
That's puppy. നമ്മുടെ ഇതിനല്ലേ? ഒരു നമ്മുടെ ബിങ്കോന്റെ ആണോ എനിക്ക് സംശയമുണ്ട്. വേറൊരു ഇനം. ബിങ്കോന്റെ ഇനം തന്നെയാണ്. നമ്മുടെ ബിങ്കോന്റെ പോലെ തന്നെ ഇരിക്കുന്നു. പക്ഷെ മുഖത്തിന് വേറെന്തോ ഷേപ്പ് പോലെ വേറൊരു അറിയില്ല. റേസ് നോക്കടി കോഴിനെ. ഓൾറെഡി നേരത്തെ കണ്ടായിരുന്നേ. ഇത് മറ്റേ പെരുന്നാളുകൾക്കൊക്കെ മറ്റേ കാവടി പോലെ. ഇവര് ഇഗ്വാനേന. അപ്പൊ ഞങ്ങളുടെ ആ സെക്ഷൻ കാണൽ കഴിഞ്ഞു. ഇനി ആമയുടെ അടുത്തേക്കാണ് വന്നേക്കണം കേട്ടോ. എവിടെയാണ്? കാണുന്നുണ്ടോ നീ? ഓ ഫോട്ടോ. അവൻ ഫോട്ടോ ആണ് കാണണേ. ഇതവന് എടുക്കേണ്ടി വരുടി. ഗിനിപ്പിക്കുകള്, മൊയല്, വെറൈറ്റി മൊയലുകള്. പോയി ആ അവിടെ പെരിച്ചാഴിയുടെ വകഭേഗം തോന്നുന്നു അല്ലേ? പെരിച്ചാഴി വേറെ ടൈപ്പ് ആയിക്കന്തല്ലേ? പൂച്ചക്കുട്ടന്മാര് ഈ സെയിം പൂച്ച എൻ്റെ കയ്യിലുണ്ടായിരുന്നു കേട്ടോ. സെയിം ഇതിന് വ്യത്യാസമില്ല. ഇതിന് രോമം ഉണ്ടായിരുന്നു കുറച്ചും കൂടി. ഈ സൈഡ് മൊത്തം പൂച്ചകളുടെ സെക്ഷൻ ഉണ്ടോ. എനിക്ക് അറ്റത്തുള്ള പൂച്ചനെ മാത്രം ശരിക്കും പറഞ്ഞാൽ ഇഷ്ടമായുള്ളൂ. വേറെ കുറേ പൂച്ചകളുണ്ട്. ആ പക്ഷെ എനിക്ക് ഏറ്റവും അറ്റത്തുള്ളതിന് ഇഷ്ടമായി. ബംഗാളികളെയാണ് എനിക്കിഷ്ടമായത്. ബാക്കിയുള്ളവരൊന്നും എനിക്ക് വലിയ ഇഷ്ടമില്ല. ഭയങ്കര രോമം. ഡിയോഡ്രൻ്റ് അടിച്ചു ഇനി പോരെ. ഈ സൈഡിൽ മൊത്തം പാമ്പ്, ഇഗ്വാന അങ്ങനത്തെ ഐറ്റംസൊക്കെ ഉണ്ട് ഇവിടെ ഉള്ളത്. ഇതാണ് സ്റ്റീവന് ഇഷ്ടപ്പെട്ട സ്ഥലം. എന്താ ഇഷ്ടമായ? ഇവിടെ എട്ടുകാലി മോളില് സംഭവം. ഇത് കണ്ടേ പറ. ഇഗ്വാനെ പിടിച്ചാലോ? ഇഗ്വാനോ ഇഗ്വാനോ സ്നേഹിക്കിനെ നോക്കണേ. സ്നേഹിക്കിനെ നോക്കണവൻ. ഇവിടെ സ്നേഹിക്ക് ഉണ്ട്. ഇതേ ഇവിടെ സ്നേഹിക്ക് ഉണ്ട്. പേരും കയറിയില്ലേ? ആ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്നപ്പോ ഞാൻ ഈ സ്നേഹിക്കിനെ അടുത്ത് കഴുത്തിലിട്ടുണ്ടായിട്ടാ. അന്ന് ആ ഇപ്പൊ വലിപ്പേ വേറെ സ്നേഹിക്ക്. അന്ന് ഇത്ര വലിപ്പുണ്ടായിരുന്നില്ല. ഈ സ്നേഹിക്കിനൊക്കെ സ്റ്റൈല് ഉറങ്ങാണ്. സ്നേഹിക്ക് ഉറങ്ങാ. ഇതിനെപ്പറ്റി സ്റ്റൈല് ഇഷ്ടായ ചേട്ടൻ പറഞ്ഞിട്ട് അതാണ് ചേച്ചി. അപ്പ ഇഗ്വാനെ പിടിക്കാൻ പോണ്. അപ്പ ഇഗ്വാനെ പിടിക്കാൻ പോണ്. നല്ല തണുപ്പ്. ഒരു AC കിടക്കായിരുന്നു.
പാമ്പ് വെക്കാൻ പറയേ പാമ്പിനെ കഴിക്കാനടുത്ത് പാമ്പിനെ കഴിഞ്ഞ പ്രാവശ്യം എടുത്താ. ഇപ്പോൾ ഉള്ള പാമ്പുകൾ എനിക്ക് ഇഷ്ടമായില്ല. ഓ സത്യം പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമില്ല പാമ്പിനെടുക്കാൻ. പാമ്പിനെടുക്കട്ടെ എടാ. എവിടെ അവിടെ ഉണ്ടല്ലേ? എന്നാ പിടിച്ചോ. പിടിച്ചോട്ടെ. മിക്കവാറും എന്നെ കൊണ്ടുകൂടി. ഇതേ മേത്തുനിന്ന് ഊരി പോകുന്ന അറിയണില്ല. ആളിങ്ങനെ അങ്ങനെ നീങ്ങി പോണു. സൈഡില് ശരിക്കും പറഞ്ഞാൽ നല്ല ഒരു തണവൊക്കെ ഫീൽ ചെയ്യണം. എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു ജീവിയാണ്. കൈയൊന്നും കഴിക്കണമായിരുന്നു. ഇവിടെ ഫുള്ള് വരെ മിസ്റ്റ് സെറ്റ് ചെയ്തേക്കണ്ട. ചെടികൾക്കായാലും വെള്ളം കൊടുക്കുന്നതൊക്കെ നല്ല രസമുണ്ട്. ആ മോളിലൊക്കെ ചില സ്ഥലത്ത് വീണാണ് നല്ല ഭംഗിയുണ്ട് ഇല്ലേ? വെള്ളം ഇങ്ങനെ മോളിൽ നിന്ന് ഇങ്ങനെ പുക പോലെ. പാമ്പിനെ ഇടണോ സ്റ്റീവിന്? പിന്നിലെ ഇവിടുത്തെ മൃഗങ്ങളെ കാണുന്നേക്കാളും എനിക്ക് ഇഷ്ടമുള്ള സ്ഥലം പച്ചപ്പും. ഇപ്പൊ വെയിലായി തുടങ്ങി. ഒരു രാവിലെ 7 മണി 8 മണിയായിരുന്നു വരണം. എന്നിട്ടുള്ള ആ ഒരു വെയിലിൽ കാണണം. 9 10 മണിയാണ്ടോ. ആ ഏറ്റവും വലിയ പക്ഷി നല്ല സൈസ് ഉണ്ടല്ലേ. വാടങ്ങട് നല്ല സൈസ് ഉണ്ട് കേട്ടോ. നമ്മളെക്കാളും ഹൈറ്റ് ഉണ്ടെന്ന് തോന്നിയാണ് ഇല്ലേ? ആളിരിക്കുമ്പോ നമ്മളെക്കാളും ഹൈറ്റ് ഉണ്ട് ആക്ച്വലി. ആ ഒട്ടകപ്പക്ഷി. ഞാൻ മാത്രം തീറ്റ കൊടുക്കണല്ലോ. അവന്റെ കയ്യിലും കൊടുക്കും അല്ലേ? എനിക്ക് വേണ്ടാട്ടാ. തുറക്കല്ലേന്ന്. ജനമേത്തിരിക്കുന്ന ഇവരൊക്കെ തിന്ന് വയറ് ബബ്ബേ. കോഴിയല്ല കോഴിയല്ല. എനിക്ക് വിശന്നിരിക്കാണ്, വയറ് നിറഞ്ഞിരിക്കാണ്. എനിക്ക് വേണ്ട. വാടാ ചോളം ചോളം ചോളം. കൊള്ളാന്നുണ്ട്. ആർക്കും വേണ്ട. എന്റെ അടുത്തേക്ക് കൊടുക്ക്. അത് വേണ്ട. അവന് ഇങ്ങോട്ട് വരട്ടെ. ആയിരിക്കും വേണോ? കൊതിപ്പിക്കാം.
ആരും മഞ്ഞില്ല ജീവോ. നമ്മളെന്തൊരു ചെയ്യാ? ഒരെണ്ണെങ്കിലും തിന്നടാ. അവർക്ക് വേണ്ട, അവർക്ക് വിശപ്പ് മാറിയിരിക്കണം എല്ലാവരും. ഒക്കെ കിളികളാണ് കേട്ടോ. ഓ നീ പച്ചപ്പിടാ, നമുക്ക് പച്ചപ്പിക്ക് ഓടാം. ഓ പച്ചപ്പിക്ക് ഓടാം. പച്ചപ്പ് മൊത്തം പച്ചപ്പ്. വാ പോരെ നീ. ഓ നീ മോൻ താഴെ ഇറങ്ങി കിളിയുടെ അടുത്തേക്ക് കഴിഞ്ഞ് വർത്താനം പറഞ്ഞ്. കിളിയോട് വർത്താനം പറയണ്ട. വർത്താനം പറയുന്നത് അപ്പുറത്തുണ്ടായിരുന്നു അവിടെ. പക്ഷെ മിണ്ടണല്ലോ. ഒന്ന് പ്രത്യേകിച്ച് ചൂടാണല്ലോ, അതിന്റെ ഒരു ഇതുണ്ട്. വീഡിയോ ഏരിയ എങ്ങനെയുണ്ട് നോക്കിയേ? അടിപൊളിയല്ലേ? സൂപ്പർ ഏരിയ. ആ മരത്തിന്റെ മുകളിലൊരെണ്ണം കിടക്കുന്നുണ്ട്. അറിയണില്ലല്ലേ കളറ്? മരത്തിന്റെ സെയിം കളറിൽ കിടക്കണം. അപ്പൊ നല്ല പച്ചപ്പിന്റെ ഇടയിൽ കൂടെ ഞങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ ചേച്ചി ഗുവാനയുടെ കൂട് ക്ലീൻ ചെയ്യാൻ കയറിയിട്ടുണ്ട്. ഓക്കെ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് പച്ചപ്പിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ നടക്കണം. അപ്പം നമ്മുടെ അങ്ങനെ കണ്ടു കഴിഞ്ഞു കേട്ടോ. ഇവിടെ നിന്ന് ഫോട്ടോ എടുത്തില്ല കേട്ടോ നീ. അപ്പം അങ്ങനെ ഞങ്ങളുടെ ഫാമില കാണൽ കഴിഞ്ഞു. ഞങ്ങളിതേ പുറത്തേക്ക് ഇറങ്ങിയിട്ടാ. ഇതാണ് ഇവിടുത്തെ മെയിൻ ഫോട്ടോ സ്പോട്ട്. ഉള്ളിൽ കയറണേക്കാകുമ്പോൾ എല്ലാവരും ഇവിടെ നിന്ന് ഫോട്ടോ എടുത്തിട്ട് കയറണേ ഫാമില. അപ്പം എന്തായാലും വണ്ടി ഇവിടെ സേഫായിട്ട് തന്നെയുണ്ട്. അപ്പം ഞങ്ങളിനി തിരിച്ചു പോവാണ്. നല്ല ചൂട്. ഇതിൻ്റെ ഉള്ളിൽ കയറിയ മിടോ, ഇതിൻ്റെ ഉള്ളിൽ കയറിയ പുഴുകി ഇപ്പൊ വെന്തുരുക്കും എല്ലാരും കൂടിട്ടാ. ഒരു മിനിറ്റ് കഴിഞ്ഞിട്ട് കയറിയാ മതി. ഒന്ന് ഇതാവട്ടെ. അപ്പൊ എന്തായാലും നമ്മുടെ ആ ഒരു ഫാമിലെ കാണണമെന്നുള്ള ആഗ്രഹം എല്ലാവരും തീർത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ബാക്കി വിശേഷങ്ങളുടെ അടുത്ത വീഡിയോ കൂടെ വരട്ടെ. വീഡിയോനെ കുറിച്ച് അഭിപ്രായം കമൻറ്റ് ചെയ്യാനായിട്ട് ആരും മറക്കരുത്. നിങ്ങൾ ആരെങ്കിലും മുമ്പ് വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ. വരാത്തവരുണ്ടെങ്കിൽ ഒന്ന് വന്ന് വിസിറ്റ് ചെയ്തോളൂ. പിള്ളേരൊക്കെ കൊണ്ടുവരാൻ പറ്റിയെങ്കിട്ടാ. നല്ല സ്ഥലമാണ്. ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ പറഞ്ഞില്ലേ, കാഴ്ചബംഗ്ലാവിലൊക്കെ വന്നേക്കാളും എനിക്ക് ഇച്ചിരി ബെറ്റർ ആയിട്ട് തോന്നുന്നു ഇവിടെ. എന്താ റേസേ? ആഹാ എന്താ നിന്റെ അഭിപ്രായം പറഞ്ഞില്ല? സ്റ്റീവേ ഇഷ്ടായ? സ്റ്റീവ് ഭയങ്കര ദേഷ്യത്തിലാ. അവിടെ നിന്ന് ഐസ്ക്രീം മേടിക്കാൻ അവിടെ ഐസ്ക്രീം മെൽറ്റ് ആയിട്ട് ഇരിക്കാന്ന് പറഞ്ഞു. അതുകൊണ്ട് അവിടെ നിന്ന് മേടിക്കാൻ പറ്റിയില്ല. എങ്ങനെയുണ്ട് സ്റ്റീവേ? ഒട്ടകത്തിനൊക്കെ ഇഷ്ടായ? ക്യാമലിനെ പേടിയായ? ഇതോ ഇഗ്വാനേനെയോ? ബാക്കിയുള്ള മറ്റേ സാധനത്തിനൊക്കെയോ? എന്നിട്ടാണ് വേറെ ചിരിച്ച സാധനം? പാമ്പിനെയൊക്കെയോ? പാമ്പിനെ ഇഷ്ടായ? പിന്നെ എല്ലാത്തിനും ഇഷ്ടമായി. അടുത്തേക്ക് പോകാൻ ചെറിയൊരു പേടി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു സൂ കാണാനൊക്കെ കുറെ നടന്നു. ഇത് തന്നെയാണ് ഞാനും പറഞ്ഞത്. ആണോ? അതിനേക്കാൾ എത്രയോ നല്ലതാ. എന്തായാലും കൊള്ളാം. ആൾക്കാരൊക്കെ സ്പീഡിൽ പോകുന്നുണ്ട്. എല്ലാം കാണാൻ പറ്റുന്നുണ്ട് ഫുള്ളായിട്ട്. അപ്പൊ ഇതൊക്കെയായിരുന്നു ഇത്ര നേരത്തെ വിശേഷം. ബാക്കി വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോ കൂടെ. ബൈ ബൈ.